കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. അതെ, എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അവിടുത്തെ നാമം എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല. ഏവരെയും വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ നമ്മുടെ മത്സരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമുക്കേവർക്കും പ്രിയപ്പെട്ട ഫാദർ ആന്റണി ഉർലിയാനിക്കൽ CMI, സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ അൽഫോൺസ് ജോസഫ്, ശബ്ദമാധുരി കൊണ്ട് ശ്രദ്ധേയയായ ഗായിക സിസിലി എബ്രഹാം, നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാനായി വളരെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റാണ് നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഓർക്കസ്ട്രയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ വെൽക്കം മരിയ ബാബു. മരിയ, സുഖായിരിക്കണോ? സുഖായിട്ടിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് എനിക്ക് ഓർമ്മയുണ്ട്, ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചൊരു എപ്പിസോഡായിരുന്നല്ലേ? നല്ല മാർക്സ് കിട്ടി. അപ്പൊ അത് കണ്ടിട്ട് എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാവർക്കും ഭയങ്കര സന്തോഷായി. എല്ലാവർക്കും സന്തോഷായി അല്ലേ? അപ്പൊ ഇന്ന് ഏത് റൗണ്ടിലാ പാടുന്നത്? ഞാൻ ഫേവറേറ്റ് സോങ്സ് റൗണ്ടില് എൻ ദൈവമേ എൻ സ്നേഹമേ എന്ന പാട്ടാണ് പാടുന്നത്. പ്രാക്ടീസ് ചെയ്തോ നല്ലവണ്ണം? ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് മരിയ പാടുമ്പോ. ആ പ്രതീക്ഷകളൊന്നും തെറ്റിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഞാൻ. ഓക്കെ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നന്നായിട്ട് പാടുമെന്ന്. അപ്പോ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും വാരിച്ചൊരിയട്ടെ മരിയ ഇവിടെ പാടുമ്പോൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മരിയ, എന്തോ നല്ല പാട്ടായിരുന്നു. താങ്ക് യു. കുറച്ച് സാഡ് ഒരു മൂഡായിരുന്നു അല്ലേ പാട്ട് മുഴുവൻ. അതിന്റെ വരികൾ അങ്ങനെയാണ് അല്ലേ. പാട്ട് നല്ലോണം പാടി. പക്ഷെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ജഡ്ജസിനോട് തന്നെ ചോദിക്കണം. ഉരുളിയാനിക്കലച്ച, കഴിഞ്ഞ എപ്പിസോഡിലും മരിയ പാടിയ പാട്ട് ഞങ്ങളിങ്ങനെ ഓർക്കുന്നുണ്ട്. കാരണം എന്താ, നന്നായി പാടി. മരിയ, എന്തുകൊണ്ടാണ് ഈ പാട്ട് നല്ല പാട്ടാണ്, പാട്ടിന് കുഴപ്പമില്ല, മരിയയുടെ ഫേവറേറ്റ് സോങ് ആയത്? നല്ല അർത്ഥമുള്ള പാട്ടല്ലേ? അർത്ഥമുള്ള പാട്ട്. മോൾക്ക് തോന്നുന്നുണ്ടോ ഈ പാട്ട് മോളുടെ കൺട്രോളിൽ നിന്നു? ഇന്ന് തോന്നില്ല. വെരി ഗുഡ്. നല്ലൊരു വാല്യുവേഷൻ, ഒരു സെൽഫ് അനാലിസിസ് നല്ലതാണ്. ഇന്ന് ഈ പാട്ട് കൊള്ളാം. ഇതൊരു ഹൈ പിച്ചിൽ പോകുന്നൊരു പാട്ടാണ്. വളരെ എക്സ്ട്രീമിലേക്ക് പോകുന്നുണ്ട് ചില സ്ഥലത്ത്. അവിടെയെല്ലാം ചില സ്ഥലത്ത് മോള് നന്നായിട്ടുണ്ട്. പക്ഷെ ടോട്ടൽ ഒരു സിംഗിങ് എടുക്കുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ പറയാനുള്ളത് ട്യൂണിങ് എന്റെ അവിടെ ഇവിടെ എല്ലാം കേൾക്കുമ്പോൾ ഇതിലും കേൾക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം കുറച്ച് ശ്രുതിയുടെ വ്യത്യാസം വളരെ പ്രകടമായി കാണും. ഇത് ഭയങ്കര പുഷ് ചെയ്യുന്നു. ദൈവമേ, സ്നേഹമേ എന്നൊക്കെ ഉള്ള കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഓളിയത്തിലാണ് നിൽക്കുന്നത് പലയിടത്തും. അപ്പൊ മോളുടെ അതുമാത്രമല്ല, ബാസ് നോട്ട് വരുമ്പോ, ബാസ് സിംഗിങ് വരുമ്പോൾ കാറ്റ് എയറി ആയിട്ട് വരുന്നു ചില സ്ഥലം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ചില സ്ഥലങ്ങളൊക്കെ വളരെ നല്ല, പ്രത്യേകിച്ച് എന്റെ പല്ലവിയില് എൻ ദൈവമേ, അത് വളരെ നന്നായി, വളരെ നന്നായി. മോൾക്കൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് സിംഗിങ്ങില്. മോൾ പാട്ട് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് അറിയാം. സീരിയസ് ആയിട്ട് സംഗീതത്തെ കാണുന്ന ഒരു കുട്ടിയാണ് അറിയാം. അതിലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ആവശ്യമാണ് കേട്ടോ. പക്ഷെ ഈ സെലക്ഷൻ ഓഫ് സോങ് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കൊരു ഫേവറേറ്റ്, ആ വ്യക്തി എന്റെ ഫേവറേറ്റ് എന്നുള്ള അർത്ഥം എന്താ? സിസിലി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അല്ലേ. പാട്ട് ഇത് തന്നെയാണ്. ഒരു പാട്ട് ഫേവറേറ്റ് ആകുമ്പോൾ പാട്ടിന് എല്ലാ തരത്തിലും ഞാൻ, അല്ലെങ്കിൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പാട്ടിന് ജീവനുണ്ടല്ലോ, ആത്മാവുണ്ടല്ലോ അല്ലെ. സോൾ, എല്ലാ പാട്ടിന്റെ സോൾ, ഒരു ബോഡി എല്ലാം ഉണ്ടാവും പാട്ട്. അപ്പൊ ഫേവറേറ്റ് സോങ്, ഓരോ റൗണ്ടിന് പറ്റിയ പാട്ടുകൾ വളരെ ആലോചിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ പറഞ്ഞത് കേട്ടോ. താങ്ക് യു അച്ഛ. അൽഫോൺസേട്ടാ. മരിയ, ഇന്നത്തെ പാട്ടില് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ഈ ഒരു പാട്ട് സിമ്പിളാണ്. നേരത്തെ പാടിയ പാട്ടുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സിമ്പിളാണ്. പക്ഷെ ഇതിനൊരു വളരെ ഒരു സെൻസിറ്റീവ്നെസ് ഉണ്ട് ഈ സോങ്ങില് ഉടനീളം. ഇതിന്റെ നമ്മള് പാടുമ്പോഴത്തേക്കും പല ലൈനുകൾക്കും കുറച്ചും കൂടി എക്സ്പ്രഷൻ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് കുറച്ചൊക്കെ മൈക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൂടി ഉപയോഗിക്കേണ്ട ഒരു ഇതാണ്. കാരണം നല്ല ഹൈ പിച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും വോളിയം ഭയങ്കരമായിട്ട് ഇങ്ങനെ, അതാണ് അച്ഛൻ പറഞ്ഞത്, ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ട് വരുന്നുണ്ട്. ചില സമയത്ത് ഇച്ചിരി ലോ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പക്ഷെ നമ്മളുടെ സിംഗിങ്ങിൽ മാത്രമല്ല, മൈക്കും കൂടെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നല്ല ത്രോയിൽ വരുന്ന സമയത്ത് ഇച്ചിരി മൈക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കേണ്ടി വരും. ഇച്ചിരി പരിശീലനം ആവശ്യമാണ്. കാരണം ഒരു പരിധി വിട്ട് അകന്നു പോയി കഴിഞ്ഞാൽ ഒട്ടും ശബ്ദമില്ലാണ്ടായി പോകും. അപ്പൊ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഈ പാട്ടിന് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഒരു സെൻസിറ്റീവ്നെസ് അത്ര വന്നില്ല എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ കുറച്ച് ശ്രുതിയുടെ കൺട്രോള് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ചില ഏരിയകളിൽ. പ്രത്യേകിച്ച് ദൈവമേ എന്ന് പറയുന്നിടത്ത്, അതുപോലെ അനുപല്ലവിയില് എൻ മാർഗമേ അവിടെ കുറച്ച് ഫ്ലാറ്റായിരുന്നു. യാത്രയില് വഴികാട്ടു നീ എന്ന് പറയുന്നിടത്ത് കുറച്ച് ഷാർപ്നെസ്സിലേക്ക് പോയി. അതുപോലെ തന്നെ ചരണത്തിലും എൻ ശാന്തിയെ അവിടെയും കുറച്ച് ഫ്ലാറ്റായിരുന്നു. യാത്രയിൽ എന്ന് പറയുന്നിടത്ത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം. പല്ലവിയിലെ ഒരു സമ്പൂർണമായി എന്ന് പറയുന്ന ആ ലൈനൊന്നും എനിക്കൊന്ന് പാടിത്തരാം. ഇപ്പൊ പാടിയപ്പോഴത്തേക്കും ശ്രദ്ധിച്ചായിരുന്നോ? കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. നിൻ കൈകളിൽ ഒന്ന് കേട്ടത് പഠിക്കുന്നൂടെ. നിൻ കൈകളിൽ അറിയാൻ പറ്റുന്നുണ്ടോ? ഒന്ന് സസ്റ്റെയിൻ ചെയ്ത സ്വരം.
കേട്ടോ? പഠിക്കും. കുറച്ച് അറിയാതെ ഫ്ലാറ്റ് ആവുന്നുണ്ട്. അതുപോലെ വീതിയിൽ ഒന്ന് പാടാവോ? ഇനി എന്റെ വീതിയിൽ. ആ എന്റെയും അവിടെയും ഇച്ചിരി വ്യത്യാസം വന്നിട്ട് ഇനി എന്റെ ലാലാ ലാലാ ലാലാ. അടുത്ത ലൈൻ അവിടെ വേറെ എവിടെയോ പോയി. പഠിക്കത് അല്ലേ? അവിടെ ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞിട്ട പോലെ പോയി. അത് വേറെ എവിടെയോ പോയി കിടന്നു. അപ്പൊ അതൊന്ന് സൂക്ഷിക്കണം. ചിലത് നോട്ടുകൾ അറിയുമ്പോഴത്തേക്കും നമ്മൾ എവിടെ പോകണം എന്നുള്ള കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവണം. അതേ സെയിം സ്ഥലത്ത് തന്നെ അടുത്ത സ്റ്റാൻഡയിലും ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പറഞ്ഞ സംഭവം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അൽഫോൺസേട്ടാ. സിസ്ലി. മരിയ ബാബു, കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു ഹൈ മാർക്സ് മോള് നേടി. പക്ഷെ ചില കുട്ടികൾക്കുണ്ട്, ഒരുപാട് മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്കുണ്ട്, ഒരുപാട് കുറച്ച് മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്കും ഉണ്ട്. ഒരു ടെൻഷൻ ഉണ്ടാവും, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ലോ മാർക്ക് കിട്ടിയവർക്ക് ഇനിയും മേടിക്കാനുള്ള മാർക്ക് കിട്ടാനുള്ള ടെൻഷൻ. അപ്പൊ ആ മാർക്സ് ഒന്നും നമ്മളെ എഫക്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. എത്ര കിട്ടിയാലും നമുക്ക് കിട്ടുന്ന പാട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്ത് മാത്രം മതി മോളുടെ മനസ്സിൽ കേട്ടോ. എനിക്ക് തോന്നിയ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ അത്രയും മോളുടെ കാലിബർ നന്നായിട്ട് അറിയാവുന്നോണ്ടായിരുന്നെന്ന് തോന്നുന്നു. പ്രാവശ്യം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്നാ ഈ പാട്ട് പഠിച്ച ഈ കോമ്പറ്റീഷന് വേണ്ടി ഇപ്പൊ എത്ര നാളെടുത്തു ഈ പാട്ട് പഠിക്കാൻ? നേരത്തെ പഠിച്ചു വെച്ചത്. പക്ഷെ കുറെ ഭാഗങ്ങൾ എനിക്ക് അനുപലവിയും ചരണവും ഒക്കെ മോള് കോൺഫിഡന്റ് അല്ലാത്തല്ലോ. അത് പാട്ടിന്റെ ട്യൂൺ എന്താന്നുള്ളത് ഇച്ചിരി കോൺഫിഡന്റ് അല്ലാത്തപോലെ തോന്നി. പല്ലവി വരുമ്പം നല്ല സ്ട്രോങ് ആയിട്ട് പാടുന്നുണ്ട്. പക്ഷെ അനുപലവിയും ചരണവും വരുമ്പോ മൊത്തത്തിലൊരു ഡൗട്ടാണ്. ആ ഡൗട്ട് കാരണം പല സ്ഥലത്തും മരിയയ്ക്ക് ഒരിക്കലും വരാത്ത പോലെ പിച്ചിന്റെ പ്രശ്നങ്ങളും വരുന്നു. കഴിഞ്ഞ പെർഫോമൻസിലൊക്കെ വളരെ കറക്റ്റ് ശ്രുതിയിലാണ് പാടിക്കൊണ്ടിരുന്നത്. അത് ഇപ്രാവശ്യം നമുക്ക് വളരെ മിസ് ചെയ്യാൻ. ഞാൻ അത്ഭുതപ്പെട്ടു അതെന്തേ അങ്ങനെ വന്നേന്ന്. അതുപോലെ ഇപ്പൊ പാടിച്ച നിറശാഖയായി ആ പോർഷൻസ് ഒക്കെ വേറെ ഏതോ നോട്ടിലോട്ടൊക്കെ പോയി. അത് തന്നെ അവിടെ സാക്ഷിയായി അവിടെ അങ്ങനെ വന്നു. പിന്നെ ചരണത്തിലും അനുപലവിയിലും ആ ഫസ്റ്റ് 2 ലൈനിന്റെ ഇടയ്ക്കാന്ന് തോന്നുന്നു എവിടെ ഒരു ശബ്ദം ഇങ്ങനെ കട്ടാവുന്നുണ്ട്. അത് അങ്ങനെ വന്നതാണോ? ശബ്ദം ഇടർച്ച വന്നതാണോ? അത് 2 സ്ഥലത്ത് ഒരേപോലെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പാട്ടിൽ അതങ്ങനെ ഉള്ളതാണോ അതോ മോളുടെ ശബ്ദം അങ്ങനെ ആയിപ്പോയത്? 2 സ്ഥലത്ത് ഒരേപോലെ വന്നു കേട്ടോ. എനിക്ക് തോന്നി ആ ബേസ് പോർഷനില്ലേ, നിൻ കൈകളിൽ അവിടെയും ഏകുന്നു, ആ പോർഷനിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബേസ് നോട്ട്സ് ഒന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഹൈ മോൾക്ക് നന്നായിട്ട് അസാധ്യമായിട്ട് വരുന്നുണ്ട്. ബേസ് കുറച്ചും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം തോന്നി കേട്ടോ. ഫസ്റ്റ് എൻ ദൈവമേ ഒന്ന് എടുക്കാവോ? ഫസ്റ്റ് ഏറ്റവും ആദ്യം ആ പ്ലെയിൻ ആയിട്ട് ഇതാണ് വേണ്ടിയിരുന്നത്. നേരത്തെ ഇങ്ങനെ പാടിയപ്പോഴത്തേനും നമുക്ക് കാതിന് അത്ര ഒരു ഇമ്പമല്ലാതെ. അപ്പൊ നമ്മള് മോഡുലേഷൻ കൊടുത്ത് വേണം അവിടെ പാടാൻ. ഇപ്പൊ പാടിയപ്പോ നന്നായിരുന്നു. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ചില സ്ഥലങ്ങളില് ഒന്ന് മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം നന്നായിട്ട് വരിക. നമ്മുടെ ആ ഒരു ബാങ് ഓൺ വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. മരിയ, കമന്റ്സ് ഒക്കെ കിട്ടിയല്ലേ? കഴിഞ്ഞ റൗണ്ടിൽ പാടിയ ആ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പം അതും ഒരു ടെൻഷനായിരിക്കും അല്ലെ? ചിലപ്പോ അത്രയും മാർക്ക് അതിൽ കൂടുതൽ കിട്ടില്ല, അത്രയെങ്കിലും കിട്ടണേ എന്നുള്ളൊരു ടെൻഷനായിരിക്കും ഉള്ളിന്റെ ഉള്ളില്, നമ്മൾ അറിയാതെ അല്ലെ? അത് സാരില്ല. അപ്പൊ നമുക്ക് ഇനി റൗണ്ട്സുകളുണ്ടല്ലോ, ഇനി സ്റ്റേജസ് ഉണ്ട്, ഇനി റൗണ്ട്സ് ഉണ്ട്. നമ്മളുടെ കഴിവ് കാണിക്കാൻ ഇനി ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇന്നത്തെ പെർഫോമൻസിന്റെ മാർക്ക് എന്താണ് എന്ന് ചോദിച്ചറിയാം. ഉർലിയാനിക്കലച്ച.
7 out of 10. Alphonseta. Seven out of 10 again. And Cicely. .5 out of 10. മരിയയുടെ ഇന്നത്തെ സോങ്ങിന്റെ ടോട്ടൽ സ്കോർ 21.5 out of 30. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് റൗണ്ടിൽ 24 ആയിരുന്നു അല്ലേ? 21.5. എന്തായാലും ആവറേജ് എടുത്തു നോക്കുമ്പം നല്ല സ്കോർ തന്നെയാണ്. പക്ഷേ മരിയയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മരിയയുടെ ആ ഒരു എക്സ്പെക്ടേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മള് ടാലന്റ് അറിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അതില് താഴേക്ക് പോകാൻ നമുക്ക് പറ്റത്തില്ല. എന്തായാലും ഇനിയും സ്റ്റേജസ് ഉണ്ട്. അപ്പം ഈ സ്കോർസ് ഒക്കെ നല്ല സ്കോർ തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി അടുത്ത റൗണ്ട്സിൽ വരുമ്പോഴും സ്റ്റേജസിൽ വരുമ്പോഴും ഈ ജഡ്ജസ് പറഞ്ഞ കറക്ഷൻസ്, പിച്ച് സ്റ്റേബിൾ ആക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലേ, അതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോ അടുത്ത റൗണ്ട്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നെക്സ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ വെൽക്കം അഖിൽ അൽഫോൺസ്. ഏത് റൗണ്ടിലാ ഇന്ന് പാടുന്നേ? മെലഡി റൗണ്ടില് സൂര്യകാന്തി പുഷ്പം എന്നുള്ള പാട്ട്. സൂര്യകാന്തി പുഷ്പം പഴയൊരു സോങ് അല്ലേ? അതെ. നല്ലൊരു മെലഡിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ടാണ്. അപ്പൊ കഴിഞ്ഞ റൗണ്ടില് ജഡ്ജസ് പറഞ്ഞ കറക്ഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നു. എത്ര സമയം പ്രാക്ടീസ് ചെയ്തു ഒരു ദിവസം? ഒരു ദിവസം 3 മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്തു. 3 മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്തു. വെരി ഗുഡ്. ഒരു ദിവസം അത് സാരില്ല, അതൊക്കെ വലിയ കാര്യം തന്നെയാ കേട്ടോ. അതിനൊരു എഫേർട്ട് എടുത്തല്ലോ. ആ കറക്ഷൻസ് ശരിയാക്കാൻ നോക്കിയല്ലോ, അത് മതി. അപ്പോ ഇന്നത്തെ റൗണ്ടില് നന്നായിട്ട് പാടാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അഖിലിനെ. ഓൾ ദി ബെസ്റ്റ്.
അഖിൽ, എന്തോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു താങ്ക് യു ഈ പാട്ട് എടുത്തതിന് ഒരിക്കൽ കൂടി. കാരണം അഖിൽ പാടിക്കേട്ടപ്പോ ഒന്നുകൂടി എനിക്കത് കേൾക്കാൻ സാധിച്ചു. നന്നായിട്ട് പാടി. ആ വരികള് ശരിക്കും ഞാനങ്ങ് ആസ്വദിച്ചു. എന്ത് മനോഹരമായ വരികളാണ്. അപ്പൊ അത് പാടിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ അഖിലിന് എന്ത് തോന്നുന്നു? കുഴപ്പങ്ങളുണ്ടായിരുന്നു. ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. ത്രോട്ട് പ്രോബ്ലം ഉണ്ടല്ലേ? അതിന്റെ കുഴപ്പങ്ങളുണ്ടായിരുന്നെന്ന് തോന്നിയില്ലേ? ജഡ്ജസിന് അങ്ങനെ തോന്നിയോന്ന് ചോദിക്കാം. അൽഫോൻസ് ഏട്ടാ. അഖിൽ, എന്തോ അഖില് ഈ പാട്ടെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പള്ളിയിൽ വെക്കും ഈ പാട്ട് രാവിലെ. അപ്പൊ അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പാട്ട് മനസ്സിൽ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഓരോരോ ഭാഗങ്ങള് നല്ലതാവുന്നതും ശരിയാവാതെ വരുന്നതും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ക്ലിക്കാവും. അഖിൽ കുറച്ചും കൂടി ഒന്ന് ചിരിക്കണം കേട്ടോ. കുറച്ചുകൂടി ഒന്ന് പ്ലസന്റ് ആയിട്ട് നിൽക്കാം. അപ്പൊ നമുക്ക് ഈ കോമ്പറ്റീഷനാണ്, അതിന്റെ ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് തീർച്ചയാണ്. പാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നോക്കി വാഴുന്നു എന്ന് പറയാൻ നിർത്തുന്ന ഭാഗം, ആ ലൈനൊന്നും പാടാവോ? നോക്കി വാഴുന്നു. അതൊന്ന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ നല്ലതാണ്. നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു. ഒന്ന് അവിടെ നിന്ന് കൃത്യമാക്കിയത് നല്ലതാ. അതുപോലെ എനിക്ക് അനുപല്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൂടെ പ്രീതനാകും നീ എന്ന് പറയുന്ന ലാസ്റ്റ് ലൈനിന്റെ ഒന്ന് കുറച്ചും കൂടി ഇത് ഫൈനായിട്ട് വന്നാൽ നല്ലതായിരുന്നു തോന്നിയ സംഗതി. ചരണത്തിലേക്ക് വന്നപ്പോഴും കുറേയും കൂടി നല്ലതായിരുന്നു. പക്ഷെ അവിടെയും നോക്കി എന്ന് പറയുന്നിടത്ത് ഇച്ചിരി ഫ്ലാറ്റായി. പിന്നെ നയനം എത്ര ശോഭനം അല്ലെ, ആ ലൈനൊന്ന് പാടാവോ? കരുണയോടെ അവനെ നോക്കും നയനമേത്ര. അവിടെ നയനമേത്ര, മേത്ര എന്ന് പറയുന്നുണ്ട്. അത് അത്രയും നീട്ടണ്ട. നയനമേത്ര മോഹനം. ആ മേന്ന് നീട്ടുമ്പോഴത്തേക്കും അതിനൊരു അഭംഗിയുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കണം. അപ്പോ ഓവറോൾ മോൻ നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ഭാഗങ്ങളുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് പ്ലസന്റ് ആയിട്ടും കൂടി പാടാം. ഈ പാട്ടില് ചേച്ചി പറഞ്ഞ പോലെ എത്ര നല്ല വരികളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ഭക്തിഗാനത്തിന്റെ പോലെയല്ല, ഒരു നല്ലൊരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യകാന്തി പുഷ്പം, എപ്പോഴും സൂര്യനെ എങ്ങനെയാ നോക്കുന്നത്? സൂര്യൻ പോകുന്നിടത്ത് ഡയറക്ഷനിലേക്ക് സൂര്യകാന്തി എപ്പോഴും ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കും അല്ലെ എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ദൈവമേ നിന്നിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് പറയുന്നത്. എന്ത് മനോഹരമായിട്ടുള്ള വരിക. അപ്പോ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം പാടുമ്പോ അല്ലെ. ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു പ്രതീക്ഷ, ലോങ്ങിങ്നെസ്, അത് നമ്മുടെ ഉള്ളിലും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം പാടുമ്പോ വരികൾ നോക്കിയിട്ട് വരുവോ? വരികളുടെ അർത്ഥം നോക്കിയായിരുന്നോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, വളരെ സിൻസിയർ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്, സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അത് കീപ്പ് ചെയ്യണം എപ്പോഴും. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസേട്ടാ. ഉരുളിയാനിക്കൽ അച്ഛ. അഖില് സൂര്യകാന്തി പുഷ്പം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത അൽഫോൺസ് പറഞ്ഞില്ല. അത് സൂര്യൻ പോകുന്നതനുസരിച്ച് അതിന്റെ മുഖം മാറിക്കൊണ്ടിരിക്കും. മോൻ പാട്ടിന്റെ അർത്ഥം ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞത് നല്ലത്, അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. പക്ഷെ ഏത് പാട്ട് പാടിയാലും നമ്മളതിന്റെ അർത്ഥം കൂടി ഒന്ന് ഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഇൻവോൾവ്മെന്റ് കിട്ടും. ഇതൊക്കെ ജീവിക്കുന്ന പാട്ടുകളാണ്. ഈ പാട്ട് എഴുതിയ ഫാദർ മൈക്കിൾ പനിക്കലച്ചനും സംഗീതം കൊടുത്ത ജോബ് ആൻഡ് ജോർജും ഒന്നും നമ്മുടെ കൂടെയില്ല. അതെല്ലാം സ്വർഗത്തിലുണ്ട്. എന്നിട്ടും എത്ര മനോഹരമായ ഈണം കാലത്തെ അതിജീവിച്ച് പോകുന്നുണ്ടല്ലേ. ഇനിയും അഖിലൊക്കെ വലുതായി ഇന്ത്യയൊക്കെ തലമുറകൾ വന്നാലും ഈ പാട്ടുകൾ മോന് നല്ലൊരു ഒരു മുഖവും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഫേസും ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് പ്ലസന്റ് ആയി നന്നായി ഒന്ന് ചിരിച്ചേ കിട്ടാ നീ. അപ്പോൾ കുറച്ച് ഫ്രീ ആവും. ഇപ്പോൾ ഒരു കണ്ടത് ഈ
സാധുവ ഈ മോന്റെ ഉച്ചാരണം വരുമ്പോൾ മോൻ ഈ ചുണ്ടുകളൊക്കെ ഒത്തിരി കൂടി പോകുന്നു കേട്ടോ. ഒന്ന് കണ്ണാടി നോക്കിയിട്ട് മോൻ കറങ്ങി. അത് ഉച്ചാരണം ശരിയാൻ വേണ്ടിയാ മോൻ ചെയ്യും. അതുകൊണ്ട് മോന്റെ ഡിക്ഷൻ നല്ലതാണ്, കൂടുതൽ നന്നാവാനുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ചില നമ്മുടെ മുഖത്തെ പേശികളുടെ മൂവ്മെന്റ് കൂടി ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ നോക്കുമ്പോൾ ഓവറോൾ ആളുകൾ ശ്രദ്ധിക്കുന്നൊരു പാട്ട്. മോനത് പാടിയപ്പോൾ അനേകം പേര് ഇത് നന്നായി ശ്രദ്ധിച്ചു കാണും. അവരുടെ മാർക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ മാർക്ക് ഇടാൻ പോകുന്നു. നിങ്ങൾ മിടുക്കനാണ് കേട്ടോ. നല്ലോണം പഠിക്കുക. താങ്ക് യു അച്ഛ. സിസിലി, അഖിൽ എന്തോ കഴിഞ്ഞ പ്രാവശ്യം കറക്ഷൻ പറഞ്ഞേല് ഈ ചിരിയില്ലായിരുന്നോ? അപ്പോ ചിനി ചേച്ചി ചോദിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ മിസ്റ്റേക്സ് ഒക്കെ നോക്കി കറക്റ്റ് ചെയ്തെന്ന് ചോദിക്കുമ്പോ ഇതും കറക്റ്റ് ആവണ്ടേ? എന്തിനാന്നറിയുന്ന ചിരിക്കുന്ന പറയുന്നേ, അത് പാട്ടില് ഉടനീളം അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചിരിക്കാൻ പറഞ്ഞു. മോന്ന് ഫുൾ പല്ല് കാണിച്ചൊന്നും ചിരിക്കണ്ട, പ്ലസന്റ് ആയിട്ട് നിന്നാ മതി. അപ്പൊ ആ പാട്ടിൽ ആ ഫീലും കൂടെ ഇൻവോൾവ് ആവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. മൊത്തത്തില് എനിക്ക് തോന്നുന്നു മോന്റെ ആ ഒരു ഒരു ബലം പിടുത്തമുണ്ട്. അത് വോയിസിലും ഉണ്ട്, മോന്റെ ആ പാട്ടിലും ഇച്ചിരി ഫ്രീ ആവാനുണ്ട്. മനസ്സിലായോ? ഇച്ചിരിയും കൂടി ഒന്ന് ഫ്രീ ആയി എൻജോയ് ചെയ്ത് പാടാം. ഈ പാട്ടൊക്കെ എന്ത് മനോഹരമായ ഒന്നത്. വളരെ നല്ല സെലക്ഷൻ. ആരാ മോൻ ഈ പാട്ട് സെലക്ട് ചെയ്തെന്ന്? അമ്മയാണ് അല്ലേ? നല്ല സെലക്ഷൻ, ഗുഡ് സോങ്. അപ്പൊ എനിക്ക് തോന്നിയത് മൊത്തത്തിൽ ഒരു ചെറിയൊരു ബലം പിടുത്തം, ഇച്ചിരി ഫ്രീ ആവാൻ തോന്നി. പിന്നെ മെയിൻ ആയിട്ട് തോന്നിയത് മൈക്ക് എങ്ങനെയാ പിടിക്കുന്നത്? ഇങ്ങനെയാ പിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോ പല കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന ചെറിയ എക്സ്പ്രഷൻ ഇപ്പൊ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞത്രയും ഇല്ല അല്ലെ? ഇങ്ങനെ പിടിക്കുമ്പോൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പൊ മോൻ വർത്താനം പറയുമ്പോ അത്രയും ഇതുണ്ടെങ്കിൽ പാടുമ്പോ എന്തോരം വ്യത്യാസം വരും. വാക്കുകൾ പറയുന്നത്, ചെറിയ ചെറിയ എക്സ്പ്രഷൻ കൊടുക്കുന്നത് എല്ലാം മൊത്തമായിട്ട് കിട്ടണമെങ്കിൽ മൈക്ക് ഇത് ഇങ്ങനെ തന്നെ പിടിക്കും. ഒന്ന് പിടിച്ചു കാണിച്ചു. കുറച്ചും കൂടെ പൊക്കിക്കും. മൂക്കിന്റെ അവിടെ വരെ വരരുത്, ചുണ്ടിന്റെ നേരെ ആവണം കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിന് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാം നല്ല ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ പറ്റും. എനിക്കും തോന്നിയത് സെയിം കാര്യം അൽഫോൻസ് ചേട്ടനെ എഴുതി വെച്ച് നോക്കി വാഴുന്നു. അത് സെക്കൻഡ് ടൈം നന്നായിട്ട് ഈ വോയിസിന് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് സംഗതികളൊക്കെ നന്നായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. ആ വീണ്ട സാധനങ്ങളിൽ നന്നായിട്ട് വീഴുന്നുണ്ട്. അത് മോളുടെ നല്ലൊരു ടാലന്റ് ആണ്. എനിക്ക് തോന്നുന്നു ആ ബേസ് ആ നോക്കി വന്നപ്പോഴത്തേക്കിനും വല്ലാണ്ട് ബുദ്ധിമുട്ട് വന്നു. അവനെ താങ്ങും എന്നുള്ള സ്ഥലം ചരണത്തില് വന്നത്, അത് ആ സംഗതിയൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു വേർഡ്സിൽ പറഞ്ഞാല് മർത്യൻ പറഞ്ഞത് കേട്ടില്ല. മർത്യൻ എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് കേൾക്കണം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു മോനെ. നല്ല സെലക്ഷൻ. ഈ മൈക്ക് പിടിക്കുന്നതും ഇച്ചിരിയും കൂടെ ഒന്ന് ഫ്രീ ആയിട്ടും നിൽക്കാൻ നോക്കുക കേട്ടോ. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ നന്നായി പാടട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്തോ കറക്ഷൻസ് ഒക്കെ കിട്ടിയില്ലേ? അപ്പൊ എന്തായാലും അഖില് കറക്ഷൻസ് കിട്ടുമ്പോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ചിരിക്കുന്നതൊഴിച്ച് ബാക്കി എല്ലാ അഖില് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പൊ അതും കൂടി അടുത്ത റൗണ്ട്സിൽ വരുമ്പോ ക്ലിയർ ചെയ്തിട്ട് വേണം വരാൻ. ഇനി നമുക്ക് മാർക്സിലേക്ക് പോകാം. അൽഫോൺസ് ഏട്ടാ, Seven out of 10. സുർലിയാനിക്ക് ലച്ച 7.5 out of 10. Cicely. Seven out of 10. അഖിലിന്റെ ഇന്നത്തെ സോങ്ങിന്റെ ടോട്ടൽ സ്കോർ 21.5 out of 30. കഴിഞ്ഞ റൗണ്ടിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 20. ഇപ്പൊ 21.5 കിട്ടിയില്ലേ? അപ്പൊ കറക്ഷൻസ് വരുത്തിയപ്പോ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വന്നു. അപ്പൊ ഇനിയും കറക്ഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയായതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇനിയും അടുത്ത റൗണ്ട്സിൽ നല്ല സ്കോർസ് കിട്ടുന്നു. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദിസ് സ്കോർ. ആൻഡ് അടുത്ത റൗണ്ട്സിൽ വരുമ്പോ ഇനിയും നല്ല സ്കോർസ് മേടിക്കണം. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ ഇനി അടുത്തതായി ഒരു പെർഫോമൻസ് റൗണ്ട് ആണ്. അതിനായി ലെറ്റ് മീ ഇൻവൈറ്റ് അന്ന സജി. എന്നാണ്ട് വിശേഷം? സുഖാണ്. കഴിഞ്ഞ റൗണ്ടിലെ പാട്ട് കേട്ടിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? ഇനി വരുമ്പോ നല്ലതായിട്ട് ചെയ്തോണ്ട് കുറച്ചുകൂടെ ചെയ്യണം. അപ്പൊ അച്ഛൻ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് തന്നോ ഈ റൗണ്ടിൽ വരുന്നതിന് മുമ്പ്? ഏത് പാട്ടാണ് പാടുന്നത് പെർഫോമൻസിന്? ഞാൻ വാനമ്പാടി എന്ന് പറഞ്ഞു. അപ്പൊ പെർഫോമൻസ് റൗണ്ടിന് നന്നായി പെർഫോം ചെയ്യണം. കണ്ടിരിക്കുന്നവർക്ക് അതൊരു, നമുക്ക് ഡാൻസേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ അതൊരു ഉത്സവം പോലെയാണ് നമുക്ക് തോന്നുന്നത്. കർത്താവിനെ വാഴ്ത്തി പാടി സ്തുതിച്ച് നമ്മൾ ആടിപ്പാടി സ്തുതിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആയിരിക്കണം പെർഫോമൻസ് റൗണ്ട്. അപ്പം ഓൾ സെറ്റ്, റെഡി അല്ലേ? അടിച്ചു പൊളിക്കത്തില്ലേ? അപ്പൊ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.
എന്നാ നല്ല പാട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇരുന്ന് കാണാന്. മൊത്തം പെർഫോമൻസും പാട്ടും എല്ലാം. ആദ്യം ചിരിച്ചു തുടങ്ങി, പിന്നെ ചിരി ഇങ്ങനെ മാഞ്ഞുപോയി, പിന്നെ കണ്ടില്ല. അതെന്നാ പറ്റി? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കറക്ഷൻസ് ഓർമ്മയുണ്ടോ? എന്തൊക്കെ ചെയ്ത്? മൈക്ക് എടുത്ത് വെച്ച് പിടിക്കണം, വോളിയം വേണം, ഓക്കെ, ഭക്ഷണം കഴിക്കണം. അത് ചെയ്തോ? കുറച്ച് കൂട്ടിയല്ലേ? ഇച്ചിരി പിടിക്കായിട്ടുണ്ട്. അപ്പൊ ഇനിയും കൂടുതൽ ഭക്ഷണം കഴിക്കണം, എനർജി വേണം, വോളിയം കൂട്ടണം. അപ്പൊ നമുക്ക് എന്താണേലും ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് ജഡ്ജസിനോട് ചോദിക്കാം. സിസിലി, അന്നാ എനിക്കിഷ്ടായി കേട്ടോ. നല്ല കളർഫുൾ ആയിരുന്നു. മോള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനേക്കാൾ ഇച്ചിരി ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്. ചിരിക്കാനും ഒന്ന് ഇച്ചിരി പ്ലസന്റ് ആവാനും ഇവരുടെ കൂടെ ഒന്ന് കൂടാനും ഒക്കെ മോളൊന്ന് ശ്രമിച്ചു. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. ഇനി പക്ഷെ ഇനിയും കൂടെ വരണം, ഇച്ചിരിയും കൂടെ വരണം കേട്ടോ. അതുപോലെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഇച്ചിരി സ്ട്രെങ്ത് കുറവായിരുന്നു എന്ന് പറഞ്ഞു. അതും മോള് ഇപ്രാവശ്യം ഇച്ചിരിയും കൂടെ ഒന്ന് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പോരാ, ഇനിയും വേണം. എസ്പെഷ്യലി നല്ല പാട്ടായിരുന്നു കേട്ടോ. മോള് ഈ റൗണ്ടിന് ചൂസ് ചെയ്ത പാട്ട് നന്നായിരുന്നു. നല്ലൊരു സെലിബ്രേഷൻ മൂഡുള്ള ഒരു പാട്ടായിരുന്നു. നല്ല നല്ല പാട്ട്. പക്ഷെ കുറച്ചും കൂടെ സ്ട്രെങ്ത് വേണമായിരുന്നു. കുറച്ചും കൂടെ പുഷ് ചെയ്ത് പാടണം. ഇച്ചിരിയും കൂടി ഒന്ന് പ്ലസന്റ് ആവണം. മോള് ശ്രമിച്ചു എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നു കേട്ടോ. അതുപോലെ മൈക്ക് പൊസിഷനിങ് മോള് പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ പിടിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ലൈൻ പാടിയപ്പോഴാന്ന് തോന്നുന്നു ഇങ്ങനെ മോളോട്ട് താഴോട്ട് വാക്കുണ്ട് മൈക്ക്. അപ്പൊ പല വാക്കുകൾ ഇങ്ങനെ പോണ്ട്, കേൾക്കാതെ പോണ്ട്. അതുപോലെ എൻ ജീവിതം അതെവിടെയാ വരുന്നേ? ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ കാണിച്ചത് എന്നാന്നറിയോ? ഇത്രയില്ല, ഇങ്ങനെ കുറച്ച് മൂക്കിന്റെ അങ്ങോട്ടേക്ക് മൈക്ക് കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഹൈ പിച്ച് ആകുമ്പോ തന്നെ അറിയാതെ കൈ മോളോട്ട് പോണാന്ന് തോന്നുന്നു. പക്ഷെ അപ്പൊ അത് നമ്മുടെ പാടുന്നതിന് എഫക്ട് ചെയ്യും കേട്ടോ. മൈക്ക് പൊസിഷനിങ് ഇച്ചിരി ഒന്ന് ശരിയാക്കാനുണ്ട്. മോളിപ്പോ അടുത്ത് പിടിച്ചു, അതെല്ലാം ശരി. അതുപോലെ നിമിഷവും എന്നുള്ളത് നിമിഷവുമായി പോയി കേട്ടോ. എല്ലാവർക്കും ആ നിമിഷം ഒരു ഷാ പറയാനൊരു ടെൻഡൻസി ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു ഇംപ്രൂവ്മെന്റ് സൈന് തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുന്നു. ഇനി ഇത് നമുക്കിങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. ഓരോ പടി കഴിയുമ്പോഴും മുമ്പോട്ട് ഇംപ്രൂവ് ചെയ്ത് വരണം കേട്ടോ. അപ്പൊ അതിന് നല്ലൊരു ക്ലാപ്പ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. ഉരുളനിക്കലച്ച, കഴിഞ്ഞ റൗണ്ടിനേക്കാളും പാട്ട് വളരെ നന്നായിരുന്നു. മോളുടെ ഹെൽത്ത് പ്രോബ്ലം ആണ് മോളുടെ ഒരു തടസ്സം. സിംഗിങ്ങിന്റെ പവർ കിട്ടാൻ മോൾക്ക് ബോഡി ശരി നല്ല ഹെൽത്ത് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പാട്ട് നമ്മുടെ തൊണ്ടയിൽ നിന്നല്ലല്ലോ വരുന്നല്ല, ആണോ? തൊണ്ടയിൽ നിന്നാണോ പാട്ട് വരുന്നത്? നമ്മുടെ ശരീരം മുഴുവൻ പാട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ അബ്ഡോമൻ, വയറ്, എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചാണ് നമ്മൾ ഈ പാട്ട് പാടുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോഴേ എല്ലാ അംശങ്ങളും നമ്മുടെ ശരീരത്തിലെ ഈ പാട്ടിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുകയാണ്. സത്യമായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഹെൽത്ത് വേണം, അത് വളരെ ആവശ്യമാണ്. കുറച്ചുകൂടെ ഹെൽത്ത് വേണം കേട്ടോ. നല്ല ശബ്ദമാണ്, എപ്പോഴും പറയാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ റൗണ്ടിൽ ഞങ്ങൾ ഒത്തിരി പറഞ്ഞിരുന്നു, നല്ല ശബ്ദമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളുടെ സ്റ്റാർട്ടിങ് ഒരു തുടക്കമില്ലാതെ ഇൻട്രസ്റ്റ് മറ്റേ സ്റ്റാർട്ടിങ് ഇവിടെ കൂടെ മോൾക്ക് ശ്രുതിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. സാറിന് ആരോടെങ്കിലും തെറ്റിപ്പോവും. അത് മോള് അതിന്റെ ആ ശബ്ദമൊക്കെ ക്രമീകരിച്ച് നന്നായി ഉൾക്കൊണ്ട് മോൾക്ക് ബ്രീത്തിങ് കിട്ടുന്നില്ലായിരുന്നു. മോൾക്ക് ബ്രീത്തിങ് പ്രശ്നമായിരുന്നു. അത് ഈ ത്രോട്ട് ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഇതുപോലുള്ള പവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ ഒന്ന് തിരുത്തിയാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. താങ്ക് യു അച്ഛ. അൽഫോൺസേട്ടാ, നാമോ എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നാ കുറെ കാര്യങ്ങൾ ക്രമപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പാട്ടില് കുറച്ച് എനിക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് തോന്നിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തോന്നിയായിരുന്നു. ആകെ കൂടെ ഒരു ഇത് തോന്നിയത് ടെമ്പോയിൽ നിന്നും മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ ഈ ശ്വാസത്തിന്റെ പ്രശ്നമായിരിക്കാം. കൃത്യമായിട്ട് താളത്തിൽ തുടങ്ങേണ്ട കാറ്റിൽ എന്നൊക്കെ പറയുന്നിടത്ത് അത് ഇച്ചിരി ഒന്ന് നീങ്ങി ആണ് വന്നത്. അതുപോലെ ചരണത്തിലാണെങ്കിലും അതുപോലെയുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. അങ്ങ് ഇങ്ങ് ഇച്ചിരി പിച്ചിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പരിശ്രമിച്ചാൽ
ഇനിയും കയറി വരാം എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്ന് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബിഗിനിങ്ങില് ചിരിയുണ്ടായിരുന്നു, ടീന ചേച്ചി പറഞ്ഞ പോലെ ചിരിയൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി, ആള് ശരിക്കും ഒരുങ്ങി തന്നെയോ വന്നിരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷനായി അല്ലേ? സാരമില്ല. അപ്പോ എന്താണെങ്കിലും സന്തോഷമുണ്ട് ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൺസ് ചേട്ടാ. അപ്പൊ എനിക്കും ഒരുപാട് സന്തോഷമായി. ഇംപ്രൂവ്മെന്റ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്ന എല്ലാ കണ്ടസ്റ്റൻസും കാണിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ സ്റ്റേജിൽ വന്ന കുറവുകൾ നികത്തി അടുത്ത സ്റ്റേജിൽ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. അതിലൊരുപാട് സന്തോഷമുണ്ട് കുട്ടി. അപ്പൊ ഇനി നമുക്ക് മാർക്ക് വേണം. ചോദിക്കട്ടെ, കൂടുതലുണ്ടോ നോക്കാം അല്ലേ? നമുക്ക് ചോദിക്കാം. സിസിലി, എന്നയുടെ ഇന്നത്തെ പെർഫോമൻസ് ഇത് ഫാസ്റ്റ് റൗണ്ട് ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും മോളുടെ കൂടെ കളിച്ചവര് കൊറിയോഗ്രാഫേഴ്സ് വളരെ നന്നായിട്ട് അവരുടെ ഡാൻസ് ചെയ്തു. നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു. അവർ നന്നായിട്ട് മോളെ സപ്പോർട്ട് ചെയ്തു. തീർച്ചയായിട്ടും ഈ റൗണ്ടിൽ ഞങ്ങളുടെ മാർക്കിൽ ആ പെർഫോമൻസും ഉണ്ടാവും കേട്ടോ. മാർക്ക് നോക്കാം. സെവൻ ഔട്ട് ഓഫ് 10. ഉരുളിയാണെങ്കിൽ അച്ഛാ. $6.5 out of 10. അൽഫോൺസ് ചേട്ടാ. $7 out of 10 and the total is 20.5 out of 30. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? 19.5. ഇപ്പൊ 20.5. അപ്പൊ കൂടിയില്ലേ? സന്തോഷായി. ദൈവത്തിന് നന്ദി പറയാം. നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചു അല്ലെ? വേഗം ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് തന്നു. ദൈവത്തിന് ഒരുപാട് നന്ദി പറയാം. പക്ഷേ ഇതിൽ നിർത്തരുത് അല്ലെ? ഇനി എന്ത് ചെയ്യണം? ഇനിയും പ്രാക്ടീസ് ചെയ്യണം. ഇതിൽ കൂടുതൽ മാർക്സ് മേടിക്കണം അല്ലെ? അപ്പൊ അതിനു വേണ്ടി എന്നെ പരിശ്രമിക്കില്ലേ? അത് മാത്രം മതി. അങ്ങനെ മുന്നോട്ട് പോകുക. അടുത്ത റൗണ്ട്സിൽ വീണ്ടും കാണാം. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദിസ് ടുഡേസ് പെർഫോമൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ 3 പെർഫോമൻസസും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ നാമം എത്ര പാടി പുകഴ്ത്തിയാലും മതിയാവില്ല. അവിടുത്തെ നാമം എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിനെ പാടി സ്തുതിക്കാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ നന്മ സ്വരൂപനാം കർത്താവിനെ സ്തുതിപ്പിൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ നന്മ സ്വരൂപനാം കർത്താവിനെ സ്തുതിപ്പിൻ. സർവലോകങ്ങളും രാജാധിരാജനാം കർത്താവിനെ സ്തുതിപ്പിൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ നന്മ സ്വരൂപനാം കർത്താവിനെ സ്തുതിപ്പിൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ നന്മ സ്വരൂപനാം കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിനെ സ്തുതിപ്പിൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരു മറന്നാലും മറക്കാത്തവൻ. നമ്മള് മരുഭൂമിയിൽ മന്ന ഉരുക്കുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവും ചുണ്ടും പല്ലും നമ്മുടെ ഉൾവായൊക്കെ പ്രവർത്തിക്കുന്നത് ഒന്നിങ്ങനെ ധ്യാനിക്കണം. അപ്പോഴാണ് അക്ഷരങ്ങൾ ക്ലിയർ ആവുന്നത്. മമഹൃദയം തിരുസകലം
തിരുപ്രഭയേകൂ തുണയെനിക്കരുളൂ നയിച്ചിടുമെന്നെ യേശു മഹേശാ മമ ഹൃദയം നിൻ തിരുസദനം. എനിക്ക് തോന്നിയത് മോൾക്ക് ഈ രാഗം അത്ര അങ്ങോട്ട് ഫെമിലിയർ ആയില്ല. അതിന്റേതായ പ്രശ്നങ്ങൾ കുറെ സ്ഥലത്തുണ്ടായിരുന്നു. ആദ്യത്തെ ആ ഹമ്മിങ് പാടിയപ്പോ ബേസിൽ പാടിയത് അത് ശബ്ദത്തിന്റെ കുഴപ്പമാണോ മോൾക്ക് ആ റേഞ്ച് കിട്ടാഞ്ഞിട്ടാണോ? ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയും സമയം സമാഗതമാ. ദൈവജനമേ ഉണരൂ. 3-4 ഗേൾസ് അവരിങ്ങനെ ഒരു പ്രത്യേക മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മളും അതിന്റെ കൂടെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ഭയങ്കര ഒരു യൂണിഫോമിറ്റി ഫീൽ ചെയ്യും.